ഞാനൊരു പാട്ട് പാടാം കുഞ്ഞുമണി വീണമിട്ട തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയായി വിരിയണ മലനാട്. മേഘത്തിൽ നമ്മുടെ KPSC ലളിത ചേച്ചിയുടെ വീടായിട്ട് ചിത്രീകരിച്ചത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് കൈപ്പുള്ള വീട്, കണ്ടോ? ചെറിയ ഒരു കൈപ്പുള്ള വീട് എന്ന് പറയുക. കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ആനമല ഹിൽസ് അവിടെ. അതാ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഗുണ്ടകളൊക്കെ വെച്ച് തല്ലാൻ വരുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മതിൽ ഇതിൽ കറക്റ്റ് MRC ബംഗ്ലാവ് ആ സീനിൽ എഴുതി കാണാം. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ. ആ പാട്ടിൽ ദൂരെ ഒരു മരം കണ്ടോ? ആ മരം, ഈ വരമ്പിലൂടെയാണ് മമ്മൂക്ക നടന്നു വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് നിൽക്കുന്നത് അളിയാർ ഡാമിലാണ്. അപ്പോൾ പൊള്ളാച്ചിയിൽ നമ്മൾ ഒരുപാട് ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ വീഡിയോസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മേഘം എന്ന സിനിമയുടെ ലൊക്കേഷനാണ്. 1999 പുറത്തിറങ്ങിയ മമ്മൂക്ക നായകനായിട്ടുള്ള നമ്മുടെ പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്ത മേഘം എന്ന സിനിമയിൽ തകർത്ത് അഭിനയിച്ച മമ്മൂക്ക അല്ലേ? ഒരിക്കലും മറക്കില്ല നമ്മൾ ആ കഥാപാത്രങ്ങളൊന്നും. മേജർ വന്ന നമ്മുടെ മേജറല്ല കേണൽ വന്ന നാട്ടിൽ, കേളൻ്റെ നാടാണ് KPSC ലളിത ചേച്ചി പറയുക അല്ലേ? ഔസേപ്പച്ചൻ സാറാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, ഞാനൊരു പാട്ട് പാടാം, തുമ്പയും തുളസിയും ഒക്കെ മറക്കാത്ത, മലയാളികൾ മറക്കാത്ത ഈണങ്ങളുള്ളൊരു പാട്ടുകളാണ് അതൊക്കെ. അപ്പോൾ ആ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അളിയാർ ഡാമിൻ്റെ ബ്യൂട്ടിഫുൾ കാഴ്ചകൾ കണ്ട് ഇവിടെ ഒരുപാട് സിനിമാ ലൊക്കേഷനുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് പൊള്ളാച്ചിയുടെ പ്രകൃതി ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം. ആക്ച്വലി പ്രകൃതിയിലാണ് ഈ പൊള്ളാച്ചി സിനിമക്കാർ ജീവിക്കുന്നത്. അത്രയും പ്രകൃതി ഭംഗിയാണ് കണ്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഏരിയാസ്. പൊള്ളാച്ചിയുടെ തെങ്ങും തോപ്പുകളാണ് മൊത്തം കാണാൻ സാധിക്കുക. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഘം ലൊക്കേഷനിലേക്ക് വിടാം അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ മേഘത്തിൻ്റെ ലൊക്കേഷൻ കണ്ട് തുടങ്ങി. ആദ്യത്തെ ലൊക്കേഷൻ നമ്മളെത്തി. ആദ്യത്തെ ലൊക്കേഷൻ തന്നെ നമ്മുടെ മമ്മൂക്കാൻ്റെ വീടാണ്. മമ്മൂക്കാൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് മുത്തൂർ എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് പോകുമ്പോൾ മുത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള MRC ബംഗ്ലാവ് എന്ന് പറയും. MRC ബംഗ്ലാവിലാണ് ഈ പറയുന്ന മമ്മൂക്കാൻ്റെ വീടായിട്ട് മേഘത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കേളൻ, അതായത് നമ്മുടെ KPSC ലളിത ചേച്ചി ഉണ്ടല്ലോ, അവരുടെ കേളൻ, അച്ചമ്മയുടെ കേളൻ എന്ന് വിളിക്കുക. അച്ചമ്മയുടെ കേളം വന്ന് താമസിക്കുന്നത് ഇവിടെയാണ്. ഇതുണ്ട്, നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ കണ്ടാൽ എക്സാക്ട്ലി അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മേഘത്തിലെ കുറേയേറെ നമ്മുടെ കേണലിൻ്റെ സീൻസൊക്കെ എടുത്തിരിക്കുന്നത്. മമ്മൂക്ക ആ റെയിൽവേ സ്റ്റേഷനിലെ ആളെ തപ്പി കിട്ടാതെ വരുമ്പോൾ, ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വാഹനങ്ങളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. മമ്മൂക്ക നമ്മുടെ ഇതിൽ ആളെ കാണാതെ, മീനാക്ഷിയുടെ അച്ഛൻ പോവാതെ കാണാതെ വരുമ്പോൾ ഇവിടെ വന്നിരിക്കും. ഇരുന്നിട്ടാണ് നമ്മുടെ മാമുക്കോയ ചേട്ടനോടും പടകൊളത്തി പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളത്തിപ്പടാന്ന് പറയുന്ന പോലെ തനിക്ക് പടയല്ല വേണ്ട, നല്ല പെടയെ കിട്ടേണ്ടതെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതൊക്കെ ഇവിടെ. എന്നിട്ട് മീനാക്ഷി ഒന്ന് താക്കോൽ കൊടുക്കുമ്പോൾ നിൻ്റെ അച്ഛൻ എവിടെയായിരുന്നു, ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് വാതിൽ തുറക്കാൻ പോകുന്ന സീനുണ്ട്. ആ വാതിലൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ദൂരെ കാണാം, ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അതിൽ എവിടെയാണത് ആ വാതിലൊക്കെ, ആ സീനൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും രസകരമായിട്ടുള്ള അതിൽ ഏറ്റവും സീനാണ് അല്ലേ ഷൈജു, നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ തല്ലാൻ വേണ്ടി വരും നമ്മുടെ മമ്മൂക്കാനെ. അതൊരു ക്ലാസിക് സീനാണ്. അത് ഈ ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഗുണ്ടകളൊക്കെ വെച്ച് തല്ലാൻ വരുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മതിൽ ഇതിൽ കറക്റ്റ് MRC ബംഗ്ലാവ് ആ സീനിൽ എഴുതി കാണാം, ഇതിലും കാണാം. ഈ ഒരു വട്ടത്തിലുള്ള ഈ സാധനം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉള്ളിൽ പോയി തല്ലി അവനെ ഭീഷണിപ്പെടുത്തും. എന്നിട്ട് അപ്പോഴേക്കും നിങ്ങൾ തല്ലാൻ വരണം, തല്ലി ഒരു ഗുഡ്സ് ട്രെയിനിലാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് വിടാം എന്ന് പറയും. അതിൽ ആ സീനിലൊക്കെ ഈ മതിലുകളും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീൻ, അതിനുശേഷം നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഗേറ്റ് തുറന്ന് ഉള്ളിൽ പോകുന്ന സീനാണ്. ഈ ഗേറ്റാണ് തുറക്കുന്നത്. ഗേറ്റും അതേപടി ഉണ്ട്, എക്സാക്റ്റ്ലി സെയിമാണ് ഗേറ്റ്. തള്ളി തുറന്ന് ഉള്ളിൽ പോയി വലിയ കാര്യത്തിൽ പോകണ്ട, സ്പീഡിൽ പോവും. എന്നിട്ട് പോയിട്ട് വാതിൽ തുറക്കുന്ന ഉള്ളിലാണ്.
വാതിൽ തുറന്നിട്ട് സംഭവിക്കുന്നത് ഏറ്റവും തമാശയുള്ളൊരു രംഗമാണ്. എന്താ വെച്ചാൽ നമുക്ക് തോക്കെടുത്തിട്ട് വരിക. തോക്കെടുത്തിട്ട് വരുമ്പോഴേക്കും തോക്ക് കാണുമ്പോഴേക്കും ആൾ ഷൺമുഖം വിറച്ച് ആകെ ഇതായി തീപ്പെട്ടി ഉണ്ടാവും ചോദിച്ചിട്ട് ആൾ അവസാനം തിരിച്ച് ഓട്ടി വന്നിട്ട് ഇങ്ങോട്ടാണ് വരും. അങ്ങനെ ഓട്ടി വന്നിട്ട് തിരിച്ചിങ്ങനെ ഇവിടെ നിന്നിട്ടാണ് എന്തായി ആൾ പേടിച്ചോ, ആൾ വന്നോ ചോദിക്കുമ്പോൾ ഇല്ല, എന്താ വിറച്ചിരിക്കുന്നത്, മുതലാളി എന്താ വിറച്ചിരിക്കുന്നത് പറയുമ്പോൾ എനിക്ക് അവനെ കണ്ടപ്പോൾ കൈ ധരിച്ചു പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. അതൊരു ക്ലാസിക് രംഗം കേട്ടോ. അത് ചിത്രീകരിച്ച മുത്തൂരുള്ള MRC ബംഗ്ലാവാണ്. നമുക്ക് എന്താ പറയുക, ഭയങ്കര നൊസ്റ്റാൾജിയാണ്. മേഘമൊക്കെ ഷൂട്ട് ചെയ്ത് ആ മതിലൊക്കെ അങ്ങനെ ഉണ്ട്, ഒരു വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ആ ഒരു സീൻ ചിത്രീകരിച്ചത് ഇവിടെയാണ് കേട്ടോ. പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, കയറി തല്ലിടണം, കാലിന് വെട്ടിക്കളയാം. നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടുന്നു. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി. പിന്നെ ഈ വീടിനുള്ളിൽ ചിത്രീകരിച്ച വേറൊരു സീനാണ് നമ്മുടെ മീനാക്ഷി പാല് കൊണ്ട് കൊടുക്കാൻ വരുമ്പോൾ പാലുകാരൻ അവിടെ നിൽക്കുന്നുണ്ടാവും ഓൾറെഡി. അപ്പോൾ മീനാക്ഷിയിലേന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമുക്കോയ ചേട്ടൻ പരിചയപ്പെടുന്നതും പിന്നാലെ ഇവിടെ നമ്മുടെ ഒരു പോത്തില്ലേ, നമ്മുടെ മമ്മൂക്കാനെ മീനാക്ഷി പറയുന്നതാണ്. പോത്തില്ലേ പറയുമ്പോൾ മമ്മൂക്ക ബാക്കിലുണ്ടാവും. ദേഷ്യം വന്നിട്ട് മീനാക്ഷി അപ്പോഴേക്കും ആകെ മമ്മൂക്കാനെ കാണുമ്പോൾ ചമ്മിയിട്ട് ആ ഒരു പോർഷനിലാതെ എടുത്തിരിക്കും. അങ്ങനെ അങ്ങോട്ട് പോവും. അതിൽ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്, ആ പയ്യനെ ആട്ടും മമ്മൂക്ക. എന്നതിന് ശേഷം ആ ഒരു സീനിൽ തന്നെ ഇങ്ങനെ ഈ ഒരു വീടിൻ്റെ സൈഡ് വ്യൂ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പൊന്നിക്കുക, ഈ ഒരു വ്യൂ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ ഒരു സീനിൽ. അപ്പോൾ അതും എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മമ്മൂക്കാൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് മേഘം എന്ന് പറയുന്ന പ്രിയൻ സാറിൻ്റെ പടത്തിൻ്റെ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ലൊക്കേഷൻ വന്ന് കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. അപ്പോൾ പ്രധാനപ്പെട്ട സീൻസാണ് ഞാൻ പറഞ്ഞത്. ഉള്ളിൽ ഒരുപാടധികം സീൻസ് ഉണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു അഴികളും കോണി കണ്ടോ, ഇവിടെ ഈ സൈഡിൽ ഈ കോണിയൊക്കെ ആ സിനിമയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലാട്ടോ. അപ്പോൾ അതെല്ലാം ചിത്രീകരിച്ച MRC ബംഗ്ലാവ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി മേഘത്തിൻ്റെ കുറേയധികം ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അതും കൂടി എക്സ്പ്ലോർ ചെയ്യാം. എന്താ വെച്ചാൽ ഫുൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ഇതാണ് മമ്മൂക്കാടെ വീട് മേഘത്തിൽ. മീനാക്ഷി അല്ലേ? മറ്റേ ആളിവിടെ ആര്? ഒരു പോത്തില്ലേ ഇവിടെ? മീശ നീ എന്താണ് ഇവിടെ ഇങ്ങനെ? അപ്പോൾ ഞങ്ങളങ്ങനെ മേഘം ലൊക്കേഷൻ തേടി ഇറങ്ങി. ഇവിടെയാണ് കൈപ്പുള്ള വീട് എന്ന് പറയും. നമ്മുടെ ആനമല അടുത്ത് തന്നെയാണ് വിന്നർ ഫോൾസ്. നമ്മളിപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് കുറേ അടുത്ത്. അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതുകൊണ്ട് കുറച്ച് പൈക്കളൊക്കെ ഞങ്ങളെ നോക്കുകയാണ് എന്താ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വഴി കൂടെ വേണം, നമ്മളിപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി കൂടെ വേണം കൈപ്പുള്ള വീട് എന്ന് പറയുന്ന ഈ വീട്ടിലേക്ക് വരാൻ. ഇത് മേഘം സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ഷൈജു എന്തായാലും ഇങ്ങനത്തെ പഴയ ലൊക്കേഷൻസൊക്കെ വന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, അത് പ്രത്യേക ഒരു ഫീലാട്ടോ. ഇത് പാടങ്ങൾ കുറേ വ്യത്യാസം വന്നു. ആ ഒരു സീനിൽ മേഘം സിനിമയിലെ ആ ഒരു സീനിൽ ഞാൻ കാണിച്ചു തരാം, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആ സീന് ഇത് ഇങ്ങനെ ഒരു ഷോട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ. പക്ഷേ എന്താ വെച്ചാൽ അന്ന് നല്ല പച്ചപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തെങ്ങൊക്കെ വെച്ചു ഈ സൈഡിൽ. ഇതാണ് കൈപ്പുള്ള വീട് കണ്ടോ, ചെറിയ ഒരു കൈപ്പുള്ള വീട് എന്ന് പറയുക. കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ആനമല ഹിൽസ് അവിടെ. പിന്നെ ദൂരെ ഒരു മരമുണ്ട് കണ്ടോ, അതും ആ സീനിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ അമ്മ വന്നിട്ട് നെല്ല് വാങ്ങാൻ വരും. നമ്മുടെ നെടുമുടി വേണു ചേട്ടൻ വിളിച്ചിട്ടാണ് വരിക, ആങ്ങളെയാണല്ലോ. അപ്പോൾ ഈ അമ്മയെ പുറത്താക്കിയതാണ്, കുടുംബത്തിന് പുറത്താക്കിയതാണ്. അപ്പോൾ നെല്ല് വാങ്ങാൻ വരുമ്പോൾ, നെല്ല് കൊടുക്കുമ്പോൾ നമ്മുടെ കൊച്ചിൻ ഹനീഫൊക്കെ ചോദിക്കും എന്തിനത് വാരിക്കോരി കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചിട്ട് വന്നതൊന്നുമല്ല. അങ്ങനെ ആ കുറേ സംഭാഷണ രംഗങ്ങളുണ്ട്. അപ്പോഴേക്കും ഇവരിങ്ങനെ ആങ്ങളമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആങ്ങളമാരി ഒട്ടും വിലയില്ലതെന്ന് കൊച്ചിൻ ഹനീഫൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ KPSൽ ഇത് ചേച്ചി ഇവിടെ നിന്നാണ് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് എന്താ അവിടെ ബഹളം എന്ന് പറയുമ്പോൾ KPSലത് ചേച്ചിയും ഈ ദിലീപേട്ടൻ അമ്മയായിട്ടുള്ള ആ ഒരു രംഗം, സംസാര രംഗമൊക്കെ ചിത്രീകരിച്ച കൈപ്പുള്ള വീടാണ് ഇത്. കുറേ അന്വേഷിച്ചിട്ടാണ് വന്നത്. നമ്മുടെ ഇത് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ആത്തുപ്പാറ എന്ന് പറയും. ആത്തുപ്പാറ വിന്നർ ഫോൾസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കൈപ്പുള്ള വീട്. അപ്പോൾ ഏകദേശം നമ്മൾ ആ സിനിമയിൽ തന്നെ നമ്മുടെ ഒരു പാട്ട് സീനിൽ
നമ്മുടെ ദിലീപേട്ടൻ മുകളിലിരിക്കുന്ന ഒരു സീനുണ്ട്. അതായത് അത് ഇവിടെ അല്ല കേട്ടോ, ഈ ഒരു വീടല്ല, അത് വേറൊരു വീടാണ്. പക്ഷെ ഭംഗിയേറിയ സ്ഥലങ്ങൾ, ചോളം കൃഷി, ഇവിടെ ഇല്ലാത്ത കൃഷികളില്ല. നെൽകൃഷി കണ്ടു നമ്മൾ, നെൽകൃഷി ഉണ്ട് പൊള്ളാച്ചിയിൽ ഒരുപാട് കണ്ടു. പിന്നെ ആനമല ഹിൽസ്, എന്ത് ഭംഗിയല്ലേ ഷൈജു, ഒരു രക്ഷയില്ല. പൈക്കൾ, ചെറിയൊരു മൂരിക്കൂട്ടുണ്ട് ഇവിടെ, അടിപൊളി വൈക്കോല്, തോട്ടം, മൊത്തം എന്താ പറയുക പച്ചപ്പ് ആണ് തമിഴ്നാട്. കണ്ടോ, അടിപൊളി ഏരിയ. അപ്പോൾ ഇതാണ് നമ്മുടെ മേഘം സിനിമയിൽ ചിത്രീകരിച്ച കൈപ്പുള്ള വീട്. ആർക്കാ വലിയ ഈ ചാക്കണക്കിന് വാരി കൊടുക്കുന്നേ? വാരി കൊടുക്കുന്നു ഉണ്ടായിരുന്നെങ്കിൽ ആച്ചമ്മ നിശ്ചയിച്ച് വിവാഹത്തെ എതിർത്ത് ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ മകളെ കെട്ടിച്ചേക്കുമായിരുന്നു. എന്താടി ഇത്ര പറയാനുള്ളത്? താൻ വന്നതും പോരാ, ഇപ്പൊ നിന്ന് അഹങ്കാരം പറയുന്നു. രണ്ടാം വന്നല്ല, വലിയേട്ടൻ വിളിച്ചിട്ട് വന്നതാ. ഞാനും ഷൈജും ആകെ എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ മേഘം സിനിമയുടെ ലൊക്കേഷൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഈ കൈപ്പുള്ള വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ലൊക്കേഷൻ കൂടി ഉണ്ട് ഇവിടെ അടുത്ത്. അത് എക്സാക്ട്ലി ഞാൻ കണ്ടിങ്ങനെ. അപ്പോൾ ഇതിലെനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഷാരോൺ ബ്രോ കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഷാരോൺ എന്ന് പറയും. ആളെന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ ഇത് ഈ പാടത്തേക്ക്, കൈപ്പുള്ള വീടിൻ്റെ സൈഡിൻ്റെ പാടത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ആണ് നമ്മുടെ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ടല്ലോ. ആ പാട്ടിൽ ദൂരെ ഒരു മരം കണ്ടോ, ആ മരം, ഈ വരമ്പിലൂടെയാണ് മമ്മൂക്ക നടന്നു വരുന്നത്. മമ്മൂക്കയും നായികയും കൂടി നടന്നു വരുന്നത് തുടക്കം, ആ പാട്ടിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ മരം അതിൽ കാണാൻ സാധിക്കും. നല്ലൊരു ഫ്രെയിമിലാണ് അതൊക്കെ എടുത്തിരിക്കുന്നത് അല്ലേ ഷൈജു? നല്ല അടിപൊളി ഫ്രെയിം. പൊള്ളാച്ചിയുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്, ഉൾപ്രദേശം, പൊള്ളാച്ചി ആനമല ആ ഒരു ഏരിയയുടെ ഭംഗിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മരം അതിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും ഉണ്ട് ആ മരം. അത് നമ്മൾ റോഡിലൂടെ വരുമ്പോൾ ആ മരം കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഷോട്ട് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ വേറൊരു ഇത് എന്താ വെച്ചാൽ ആ പാട്ട് തന്നെ അടുത്ത സീനായിട്ടുള്ള മമ്മൂക്ക ഒരു മുളയൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അത് ഇവിടെയാണ്, ഈ ഒരു പാടത്താണ്. ഈ ഒരു മരം അതിൽ കാണാൻ സാധിക്കും. മുള കെട്ടിയിരിക്കുന്ന ആ നായികയും മമ്മൂക്കയും കൂടി പാട്ട് പാടി മമ്മൂക്ക ഈ മുള കെട്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സീനാണ്. അതൊക്കെ ഇവിടെയായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി സ്ഥലം കേട്ടോ അത്. എന്താ ഭംഗി അറിയോ. ആനമല ഹിൽസിന് ഇപ്പോൾ ഒരു ഭാഗത്ത് നല്ല വെയിൽ കാണാം, ഇപ്പോൾ ഒരു ഭാഗത്ത് നല്ല മഴക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് കൈപ്പുള്ള വീടും മേഘം സിനിമ ഷൂട്ട് ചെയ്ത കൈപ്പുള്ള വീടും പ്രദേശങ്ങളും. അപ്പോൾ നമുക്കിനി മേഘത്തിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് വിടാം അല്ലേ? അപ്പോൾ ഞങ്ങളങ്ങനെ മേഘത്തിൻ്റെ അടുത്ത ലൊക്കേഷനിലെത്തി. മേഘത്തിൻ്റെ അടുത്ത ലൊക്കേഷൻ ഞാനൊരു പാട്ട് പാടാം അതല്ലേ അല്ലേ? ആ പാട്ട് എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. ആ പാട്ടിൽ നമ്മുടെ മമ്മൂക്ക സൈക്കിൾ ചവിട്ടി വരുന്നത് ഇങ്ങനെയാണ്, ഈ വഴിയിലൂടെയാണ്. കണ്ടോ, അത് ഒരു സീനുണ്ട്, ചെറിയൊരു സീൻ. ഇവിടെ ഒരു ചെക്ക് ഡാം, ഇതേ ലൊക്കേഷൻ തന്നെ നമുക്ക് തേന്മാവിൻ കൊമ്പത്തിലുണ്ട്. 94 തേന്മാവിൻ കൊമ്പത്ത് ഇറങ്ങി, 1999 മേഘം ഇറങ്ങി. രണ്ടും പ്രിയദർശൻ സാറുടെ ഒരു ഇതാണ്. അപ്പോൾ പ്രിയദർശൻ സാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ ഒരു വഴി വരുന്നത്. കണ്ടോ, അപ്പോൾ അതെല്ലാം എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം ചിത്രീകരിച്ച സ്ഥലമാണ് ഇത് മയിലാടുതുറ എന്ന് പറയുന്നിട്ടുള്ള സ്ഥലമാണ്. പൊള്ളാച്ചിക്ക് അടുത്തുള്ള സേത്തുമട അളിയാർ ഡാമിനൊക്കെ അടുത്തുള്ള മയിലാടുതുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് എടുത്തിരിക്കുന്നത്. ആനമലയിൽ ഹിൽസ് കാണാം, അടിപൊളി. ആ മേഘം സിനിമയിൽ ഈ ഹിൽസ് അധികം കാണിക്കുന്നില്ല, ഈ ഒരു ചെക്ക് ഡാമും ഈ ഒരു വഴിയും മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ തേന്മാവിൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഈ മലകളെല്ലാം. അപ്പോൾ അതൊക്കെയാണ് മേഘത്തിൽ ഇവിടെ എടുത്തത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു സീൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടോ ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ മേഘത്തിൻ്റെ അടുത്ത ലൊക്കേഷനായ പുരവിപ്പാളയം പാലസ്, നമ്മളിത് വേറെ ലൊക്കേഷൻ വെട്ടത്തിലും കാണിച്ചിട്ടുണ്ട്. ഇതാണ് പുരവിപ്പാളയം പാലസ്, പൊള്ളാച്ചി തന്നെയുള്ള, പൊള്ളാച്ചി അടുത്താണ്, പുരവിപ്പാളയം എന്നുള്ള സ്ഥലത്ത് തന്നെയാണിത്. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മേഘത്തിൽ നമ്മുടെ KPS ലളിത ചേച്ചിയുടെ വീടായിട്ട് ചിത്രീകരിച്ചത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് എല്ലാം അതിൻ്റെ സീൻസ്, KPS ലളിത ചേച്ചിയുടെ വീടിൻ്റെ ഉൾഭാഗത്തെ സീൻസ്, നമ്മുടെ കൊച്ചിൻ ഹനീഫയ്ക്കായിട്ടും നെടുമുടി വേണു ചേട്ടനൊക്കെ ആയിട്ടുള്ള സീൻസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തത് നമ്മുടെ വിളക്ക് വയ്ക്കും പിന്നിൽ തൂവിയ സിന്ദൂരം എന്ന് പറയുന്ന ആ ഒരു സീനിലൊരു ഷോട്ട് ഈ ഒരു ആംഗിളിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് കാണിക്കാൻ സാധിക്കും. ഞാൻ കുറച്ച് ദൂരെ പോയിട്ട് കാണിച്ചു തരാം കറക്റ്റ് ഷോട്ട്. നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ ട്രെയിൻ വിളിക്കാൻ വേണ്ടിയിട്ട് മേജറിനെ, നമ്മുടെ അതായത് മമ്മൂക്കാൻ്റെ കഥാപാത്രത്തെ ട്രെയിൻ വിളിക്കാൻ വേണ്ടി പോയിട്ട് ആളെ കാണാണ്ട് തിരിച്ചു വരുന്നത് ഇങ്ങനെയാണ്. അഗസ്റ്റിൻ ചേട്ടൻ വന്നിട്ട് അവിടെ നെടുമുടി വേണു ചേട്ടൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഒരു തിരിച്ചില്ല, ആളെ കണ്ടതേ ഇല്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്.
എന്തായാലും ഈ ചാവി കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ചാവി കൊടുക്കുന്നതും പിന്നെ നമ്മുടെ KPSയിലത് ചേച്ചി അപ്പോഴേക്കും ഇവിടെ നിന്ന് വരും. ഇവിടെ നിന്ന് വന്നിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ പറയും നേരെ നോക്കണ ആളെ നമ്മുടെ സ്വന്തം ആളാണ് എന്നൊക്കെ പറയുന്നതും ഒക്കെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ നെടുമുടി വേണു ചേട്ടൻ ഇരിക്കുന്നുണ്ടാവും ആ സീനിൽ. അതിൽ കറക്റ്റ് ഇതായി ഒരു ബിൽഡിങ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇത് പഴയൊരു ബിൽഡിങ് തോന്നുന്നു. എന്തായാലും ചെറിയൊരു ഇതാണ്, ഉള്ളിലേക്ക് ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിൽ. അതാണ് ഈ ഒരു പാലസിൻ്റെ പ്രത്യേകത. വല്ലാത്തൊരു ചുറ്റലായിപ്പ്. പടൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് മുതൽ കാത്തിക്ക സ്റ്റേഷനിൽ വെറുതെ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക്. വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പട്ടാളം വന്നില്ലേ? ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, കാര്യമായിട്ടൊന്ന് നോക്കിക്കോണം. അപ്പം നമ്മുടെ മേഘത്തിൽ ദിലീപേട്ടൻ നമ്മുടെ നായികയെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് അത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടാണ് അവർ കൊണ്ടുപോവുക. ഇവിടെ വന്നിട്ടാണ് വിളിക്കുക അവളെ. അപ്പോൾ വിളിച്ചിട്ട് എല്ലാവരും കൂടി ഇറങ്ങി വരുന്നതും അത് ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അവസാനം നായികയെ പിടിച്ചിട്ട് പോകുന്നു. KPSയിൽ തിരിച്ച് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് പോകുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബാക്കിയുള്ള മേഘത്തിലെ സീൻസൊക്കെ ഉള്ളിലാണ് കേട്ടോ. അതായത് ഒരുപാട് സീൻസ് ഉള്ളിലെടുത്തിട്ടുണ്ട്. KPSയിൽ ചേച്ചിയും നമ്മുടെ കൊച്ചിൻ ഹനീഫയൊക്കെ ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഇവിടെ ഉള്ളിലാണ്, നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ മേഘത്തിൽ അപ്പോൾ ആ ഒരു സീനും കൂടി ഇവിടെ എടുത്താണ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ കണ്ട ഒരു ആൽമരവും ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. മീനുവിനെ വിളിച്ചുകൊണ്ട് പോവാൻ അവൾ വരാൻ തയ്യാറാണെങ്കിൽ. എന്താടാ നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ രണ്ടിലൊന്നും അറിയാനാ വന്നിരിക്കുന്നേ. മീനാക്ഷി നീ വരുന്നു. അപ്പോൾ നമ്മൾ ആത്തുപ്പാറയുള്ള ഒരു മാന്തോപ്പ് എത്തിയിട്ടോ. ഇത് മേഘം സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. തുമ്പയും തുളസിയും എന്നുള്ള ആ പാട്ടിൽ മമ്മൂക്കായി നായികയും കൂടി നടന്നു വരുന്നത് ഇത് വേറൊരു ആംഗിളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നവിടെയല്ല, ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. ആ ഒരു ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാന്തോപ്പ് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ചുറ്റിനും തെങ്ങുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ആനമല ഹിൽസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. എന്നിട്ട് ആ നായികയൊക്കെ വന്നിട്ട് പിന്നെ ദിലീപേട്ടനും നായികയും കൂടി ഊഞ്ഞാലാടുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ആ തുമ്പയും തുളസിയും എന്നുള്ള ആ പാട്ടിലത്തെ സീൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മേഘത്തിലെ ലൊക്കേഷനാണ് ഈ മാന്തോപ്പ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത 1999 പുറത്തിറങ്ങിയ മേഘം എന്ന സിനിമയുടെ ലൊക്കേഷൻ. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ പാട്ടുകളും അല്ലേ, ഇവിടെ നിൽക്കുമ്പോൾ അതെല്ലാം മനസ്സിലേക്ക് വരുന്നു. തുമ്പയും തുളസിയും അങ്ങനെ ഒരുപാട് പാട്ടുകൾ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ അതൊക്കെയാണ് മേഘം ലൊക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഒരു ചോളം കൃഷി ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോസിലെല്ലാം നമ്മുടെ തമിഴ്നാടിൻ്റെ ഭംഗി കാണാൻ സാധിക്കും. വേണ്ട, ചോളം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഫുൾ ചോളങ്ങളുടെ തോട്ടമാണ് ഇവിടെ. അങ്ങനെ അതിൻ്റെ എന്താ ഫാക്ടറി എന്തൊക്കെയോ കുറേ ഉണ്ടല്ലോ ഇവിടെ. നല്ല കാഴ്ചകളാണ് ഇവിടെ എല്ലാം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ഇനിയും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം വെറൈറ്റി ലൊക്കേഷൻ വീഡിയോസാണ് പൊള്ളാച്ചിയിലെ. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.